20% ഓഫർ, 30% ഓഫർ, 40% ഓഫർ, 50% ഓഫർ. ഇങ്ങനെയുള്ള ഓഫർ പരസ്യങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ വെറും തട്ടിപ്പാണ്, ഇങ്ങനെ ഓഫർ വെച്ചിട്ടൊന്നും ആർക്കും സെയിൽ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് നഷ്ടമായിരിക്കില്ലേ. അപ്പൊ സംഭവത്തിലുള്ളൂ, അതായത് ഒരു പ്രോഡക്റ്റ് 5 രൂപയ്ക്ക് ഒരു കടക്കാരന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് വെക്കുക. അതായത് പർച്ചേസ് കോസ്റ്റ് 5 രൂപയാണ് വരുന്നത്. ഈ പ്രോഡക്റ്റ് അയാൾ വിൽക്കുന്നത് 10 രൂപയ്ക്കാണെന്ന് വെച്ചത്. അപ്പൊ 5 രൂപയാണ് ഇയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ 5 രൂപ പ്രോഫിറ്റ് നേടുമ്പോൾ ഇയാൾ ഒരു ദിവസം ഒരു 10 എണ്ണയ്ക്ക് ആയിരിക്കും സാധാരണ സെയിൽ ആകുമ്പോൾ, ഓഫർ ഒന്നും ഇല്ലാതെ സാധാരണ സെയിൽ ആകുമ്പോൾ ഒരു 10 എണ്ണയ്ക്കാണ് ഇയാൾക്ക് നോർമലി സെയിൽ ആവുന്ന വെച്ചു. അപ്പൊ ഇയാളുടെ പ്രോഫിറ്റ് എത്രയാണ്? ഒരു ദിവസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 × 10 50 രൂപയ്ക്കും ഇയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അങ്ങനെ ഇരിക്കെ ഇയാൾ ഓഫർ ഇടാൻ പോവാണ്. ഓഫർ ഇടുമ്പോൾ ഇയാൾ ചെയ്യുന്നത് എന്താണ്? 30% ഓഫർ ഇട്ടെന്ന് വെച്ചു. 30% ഓഫർ ഇടുമ്പോൾ 10 രൂപയിൽ നിന്ന് 3 രൂപ കുറയും. ഇയാൾക്ക് കിട്ടുന്നത് 7 രൂപ ആയിരിക്കും. അതിൽ നിന്നും ഇയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 2 രൂപ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഓഫർ ഇടുന്ന സമയത്ത് 10 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം 7 രൂപയ്ക്ക് കിട്ടുകയാണെന്ന് അറിയുമ്പോൾ 10 ആളുകൾ പോയി വാങ്ങിച്ചിരുന്നത് ചിലപ്പോൾ 30 ആൾക്കാരോ അതിൽ കൂടുതൽ ആളുകളോ പോയി വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു തിരക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം 10 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനം 7 രൂപയ്ക്ക് കിട്ടുമ്പോൾ ആർക്കാണെങ്കിലും ഒന്ന് വാങ്ങണം തോന്നുമല്ലോ. അങ്ങനെ ഇയാൾക്ക് 30 എണ്ണം ഒരു ദിവസം സെയിലായി നിൽക്കുക. അപ്പോൾ 30 × 2 2 രൂപയാണല്ലോ ഇയാൾക്ക് ഒന്നിൽ പ്രോഫിറ്റ് കിട്ടുക. 30 × 2 60 രൂപയായി. ഇയാൾക്ക് എത്രയായി ലാഭം? 60 രൂപയാണ് ലാഭം കിട്ടുന്നത്. അപ്പോൾ നേരത്തെ കിട്ടിയിരുന്നത് എത്രയാണ്? 50 രൂപ. 10 എണ്ണായിരുന്നു ഒരു ദിവസം വിറ്റിരുന്നെങ്കിൽ ഇയാൾ ഇപ്പോൾ വിൽക്കുന്നത് 30 എണ്ണാണ്. ഈ ഓഫർ ഇട്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നു. അതിന്റെ 2-3 ഇരട്ടി ആൾക്കാർ വന്നത് വാങ്ങിക്കുമ്പോൾ ഇയാൾക്ക് പ്രോഫിറ്റ് ശരിക്ക് 10 രൂപ കൂടുതൽ കിട്ടി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. നമ്പർ ഓഫ് സെയിൽസ് കൂടിയിട്ട് പ്രോഫിറ്റ് മാർജിൻ കുറക്കുക.